കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഞായറാഴ്ച വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ ചെയ്യുന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജൂൺ മാസം ആദ്യത്തെ ഞായറാഴ്ച പുതിയ പ്രതീക്ഷകളാൽ, പുതിയ ഏറ്റുപറച്ചിലുകളാൽ ദൈവം നമ്മെ ജീവിതത്തിൽ നിറയ്ക്കുമാറാകട്ടെ. ഓരോ പ്രശ്നത്തിൻ്റെ മധ്യത്തിലും നാം എന്ത് ഏറ്റുപറയുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ അവയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ലേയ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവളുടെ ഭർത്താവ് അവളെ സ്നേഹിച്ചില്ല. ഓരോ കുട്ടികൾ ഉണ്ടാകുമ്പോഴും അവളുടെ ആഗ്രഹം ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ അവൾ പേരിടുന്നതും അതുപോലെ തന്നെയാണ്, എൻ്റെ ഭർത്താവ് ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ അതൊന്നും ഭർത്താവിൻ്റെ സ്നേഹത്തെ പിടിച്ചു പറ്റുവാൻ കഴിഞ്ഞില്ല. അവസാനം അവൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു കുട്ടി ഉണ്ടായപ്പോൾ ഇനി അവൾ ഭർത്താവിനെ സ്നേഹിക്കുമെന്നോ ഭർത്താവിനെ ഇതുകൊണ്ട് സ്നേഹിക്കുമെന്നോ എന്നൊക്കെ അത് മാറ്റിവെച്ചിട്ട് ആ കുഞ്ഞിന് ജൂഡ എന്ന പേരിട്ട്, യൂദ എന്ന പേരിട്ട്. ഹല്ലേലൂയ. ആ പേരിൻ്റെ അർത്ഥം ഇതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ ആ പേരിൻ്റെ മീതെ സ്വർഗം ആകർഷിച്ചു. അവിടെ നിന്നും യേശുവിൻ്റെ വംശാവലി അവിടെ നിന്നും ആരംഭിക്കുവാൻ, ഇല്ലെങ്കിൽ ആ യൂദയിൽ നിന്നും യേശുവിൻ്റെ വംശാവലിയിലേക്ക് വരുവാൻ തക്കവണ്ണം സ്വർഗത്തെ ആകർഷിച്ചു. അതുപോലെ തന്നെ പ്രശ്നത്തിലായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെതായുള്ള ദാസന്മാർ ശദ്രക്, മേശക്, അബേദ്നെഗോ, അവരുടെ രാജാവ് അവരാക്കി വെച്ചിരിക്കുന്നതായുള്ള ബിംബത്തെ ആരാധിച്ചില്ലെങ്കിൽ സകലരും മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ, തീയിലിടുമെന്ന് പറഞ്ഞപ്പോൾ അവർ മാത്രം ആ ബിംബത്തെ നമസ്കരിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും, ഇനി അഥവാ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തിന് വണങ്ങുകയില്ല. ആ സ്റ്റേറ്റ്മെന്റ്, ആ ഒരു കാര്യം സ്വർഗത്തെ ആകർഷിച്ചു. തീയുടെ ശക്തി ഇരട്ടി 7 ഇരട്ടി വർദ്ധിപ്പിച്ചപ്പോഴും അവർ അതിനകത്ത് അടിഞ്ഞുപോയില്ല. കാരണം സ്വർഗം ആ പറഞ്ഞ ഏറ്റുപറച്ചിലിനെ ഇറങ്ങി വന്ന് 4ാമനായി ദൈവം അവിടെ നടന്നു. നമ്മൾ പോകുന്ന പ്രതിസന്ധിയിൽ നാം എന്ത് ഏറ്റുപറയുന്നു അത് സ്വർഗത്തെ ആകർഷിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് രാവിലെ ജൂൺ മാസം 1ാമത്തെ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇതൊരു പുതിയ മാസമായി, പുതിയ പ്രതീക്ഷകൾ, പുതിയ പ്രത്യാശയാൽ നമ്മെ നിറയ്ക്കുന്ന മാസമായിരിക്കട്ടെ. ഈ മാസം നമ്മുടെ വായെ നന്മയാൽ തൃപ്തി വരുത്തുന്ന മാസമാണ്. നമ്മൾ കാണാത്ത കാര്യങ്ങളെ കാണാൻ പോകുന്ന മാസമാണ്. അടുത്തിരിക്കുന്ന വ്യക്തികളെ നോക്കി പറ, നന്മ കൊണ്ട് എന്നെ തൃപ്തി വരുത്തുന്ന മാസമാണ്. നന്മ കൊണ്ട് എൻ്റെ ആയുഷ്കാലത്തെ നിറയ്ക്കുന്ന മാസമാണ്. അടയ്ക്കപ്പെട്ട കതവുകൾ തുറക്കാൻ പോകുന്ന മാസമാണ്. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞിരിക്കുന്ന സകലതും തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ജൂൺ മാസം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തന്നെ സഭ തുറന്നു വരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടഞ്ഞ സകലവും തുറക്കുവാൻ സ്വർഗം ഇടയാക്കി തീർക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തടസ്സപ്പെട്ട സകല നന്മകളും ഹല്ലേലൂയ, അത് ഹല്ലേലൂയ അനുഭവിക്കുവാൻ, അതൊരു തടസ്സവും കൂടാതെ എൻ്റെ ജീവിതത്തിലേക്ക് അനുഭവിക്കുവാൻ ഇടയായി വരുന്ന മാസമായി ജൂൺ മാസമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മരണത്തെ ജീവനാക്കി മാറ്റുന്ന മാസമായി മാറി വരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച ദിവസം ഹല്ലേലൂയ, ഇതുപോലെ തന്നെ നമ്മളായിരിക്കുന്നതായുള്ള ലോക്ക്ഡൗൺ പോലെ വീടുകളിൽ ഇരുന്ന, അല്ലെങ്കിൽ ക്വാറന്റൈനിലായിരിക്കുന്നതായുള്ള ആളുകളെ പോലെ തന്നെ പത്മോസ് എന്ന ദ്വീപിൽ ക്വാറന്റൈനിലായിരുന്നു യോഹന്നാൻ എന്ന അപ്പോസ്തലൻ, ഏറ്റവും അവസാനത്തെ അപ്പോസ്തലൻ. മറ്റുള്ള സകല അപ്പോസ്തലന്മാരുടെയും മരണവിവരം, ഓരോരുത്തരെയും ക്രൂരമായി കൊന്നതായുള്ള വാർത്തകൾ, ഓരോ അപ്പോസ്തലനും മരിച്ചു വീഴുന്നതായുള്ള വാർത്തകൾ കേട്ട യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ പറയുന്നു, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിലായിരുന്നു. ദൈവം അവനെ ആത്മാവിൽ നിറച്ചു എന്നല്ല പറയുന്നത്, അവൻ ആത്മാവിലായിരുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ ഒരിക്കൽ ദൈവം തന്നെ അഭിഷേകത്താൽ നമ്മെ നിറച്ചുവെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ആത്മാവിൽ നിറയുവാൻ നമ്മൾ തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആത്മാവിൽ നിറയുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്ത് ആത്മാവിൽ നമ്മൾ നിറഞ്ഞ് സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ വലിയ കാഴ്ചകൾ കാണുവാൻ ഇന്ന് രാവിലെ ദൈവം നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കും. അവൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മുടെ കാതുകളെ തുറപ്പിക്കും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കണ്ണു തുറന്നു വരട്ടെ.
പരിശുദ്ധാത്മാവിനാൽ ചിലത് കാണുവാൻ നമ്മുടെ ജീവിതത്തിന്റെ മീതെ ആരാധനയുടെ ആത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനിമിഷം നമ്മുടെ വായ്കളെ തുറന്ന് സന്തോഷത്തോടെ എൻ്റെ വർഷത്തെ പുതിയ നന്മകളാൽ നിറയ്ക്കുന്ന വർഷമാക്കി ഈ ദിവസത്തെ മാറ്റുവാൻ പോകുന്നു. ഹല്ലേലൂയ. പുതിയ കാര്യങ്ങൾ കാണുവാൻ പോകുന്നു. പുതിയത് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. റിസീവ് ദ ന്യൂനെസ് ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ പുതിയതിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി വരട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മാസം ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രൂശിൽ കർത്താവ് അനുഭവിച്ച സകലത്തിന്റെയും ഹല്ലേലൂയ ഗുണങ്ങൾ അനുഭവിക്കാൻ പോകുന്ന മാസമായി ഈ മാസത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഹല്ലേലൂയ നാം സന്തോഷത്തോടെ അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മാസം നന്മയാൽ മുടിസൂട്ടും ദൈവമേ, പറ്റാത്ത കൃപകളാൽ എന്നെ എന്നും നടത്തിടുമേ. ഈ മാസം നന്മയാൽ മുടിസൂട്ടും ദൈവമേ, പറ്റാത്ത കൃപകളാൽ എന്നെ എന്നും നടത്തിടുമേ. തടസ്സപ്പെട്ട നന്മകൾ ഈ മാസം നടന്നിടുമേ. അടയ്ക്കപ്പെട്ട കതവുകളെല്ലാം ഈ മാസം തുറന്നിടുമേ. തടസ്സപ്പെട്ട നന്മകൾ ഈ മാസം നടന്നിടുമേ. അടയ്ക്കപ്പെട്ട കതവുകളെല്ലാം ഈ മാസം തുറന്നിടുമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. ഹല്ലേലൂയ. അവ തമത് ഐശ്വര്യത്താൽ എൻ കുറവെ നിറവായി മാറ്റി. അവ തമത് ഐശ്വര്യത്താൽ എൻ കുറവെ നിറവായി മാറ്റി. എൻ വായെ നന്മയാൽ തൃപ്തിയാക്കും നല്ല വർഷം. എൻ വാഴ്വെ നന്മയാൽ തൃപ്തിയാക്കും നല്ല മാസം. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. അവൻ ക്രൂശിൽ ചെയ്ത സകലതും നിശ്ചയമായി എന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന മാസം. Receive it in Jesus' name. Hallelujah. അവർ എനിക്കായി ക്രൂശിൻ മീതെ സകലവും ചെയ്തു മുടിപ്പാർ. അവർ എനിക്കായി ക്രൂശിൻ മീതെ സകലവും ചെയ്തു മുടിപ്പാർ. അവർ എനിക്കായി சொன்னதே நிச்சயமாய் செய்து முடிப்பார். அவர் எனக்காய் சொன்னதை நிச்சயமாய் செய்து முடிப்பார். மகிமேன் மேல் மகிமை என்னை மறுரூபமாக்கும் மகிமை. மகிமேன் மேல் மகிமை என்னை மறுரூபமாக்கும் மகிமை. எந்தன் வாழ்வை மாற்றிடும் மாறாத உந்தன் மகிமை. எந்தன் வாழ்வை மாற்றிடும் மாறாத உந்தன் மகிமை. மகிமேன் மேல் மகிமை என்னை மறுரூபமாக்கும் மகிமை. மகிமேன் மேல் மகிமை என்னை மறுரூபமாக்கும் மகிமை. எந்தன் வாழ்வை மாற்றிடும் மாறாத உந்தன் மகிமை. எந்தன் வாழ்வை மாற்றிடும் மாறாத உந்தன் மகிமை. ഈ മാസം നന്മയാ മുടിസൂട്ടും ദൈവമേ, വറ്റാത്ത കിരുബകളാ എന്നെ എന്നും നടത്തിടുമേ. ഈ മാസം നന്മയാ മുടിസൂട്ടും ദൈവമേ, വറ്റാത്ത കിരുബകളാ എന്നെ എന്നും നടത്തിടുമേ. തടസ്സപ്പെട്ട നന്മകൾ ഈ മാസം നടന്നിടുമേ. അടയ്ക്കപ്പെട്ട കതവുകളെല്ലാം ഈ മാസം തുറന്നിടുമേ. തടസ്സപ്പെട്ട നന്മകൾ ഈ മാസം തുറന്നിടുമേ. അടയ്ക്കപ്പെട്ട കതവുകളെല്ലാം ഈ മാസം തുറന്നിടുമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ. മഹിമേന്മേൽ മഹിമേ എന്നെ മറു
വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേന്മേൽ മഹിമേ സന്തോഷത്തോടെ മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ മഹിമേന്മേൽ മഹിമേ എന്നെ മറുരൂപമാക്കും മഹിമേ എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ എന്നൻ വാഴ്വെ മാറ്റിടും മാറാത്ത ഉന്നൻ മഹിമേ. ഹല്ലേലൂയ. മഹിമേന്മേൽ മഹിമേ. അവന്റെ മുഖത്തേക്ക് നോക്കുന്നവർ they will be changed from one degree of glory to another. ഒരു മഹത്വത്തിൽ നിന്നും വേറൊരു മഹത്വത്തിലേക്ക്. ഓ, എന്റെ ജീവിതം താഴോട്ടല്ല പോകുന്നത്, ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക്, ഒരു മഹത്വത്തിൽ നിന്നും വേറൊരു മഹത്വത്തിലേക്ക്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ ഒരു മഹത്വത്തിൽ നിന്ന് വേറൊരു മഹത്വത്തിലേക്ക്. ഫ്രം വൺ ഡിഗ്രി ഓഫ് ഗ്ലോറി ടു അനദർ. അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി. ഹല്ലേലൂയ. ആ കൃപകളെ ഓർത്ത് നന്ദി പറയാം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ സൃഷ്ടിച്ച ദൈവം കർത്താവേ തന്നിരിക്കുന്ന സകലതും അങ്ങയുടെ കൃപയാണ്. ഓ, ആ കൃപയ്ക്കായി നന്ദി പറഞ്ഞാട്ടെ. എല്ലാ തരങ്ങളും ചലിപ്പിച്ച് കർത്താവേ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച ദൈവമേ, പാപം എൻ്റെ ജീവിതത്തിൽ വാണപ്പോഴും പാപത്തെ മാറ്റി എൻ്റെ ജീവിതത്തെ നീതിമാൻ എന്ന പേരിനാൽ വിളിച്ച നല്ല പിതാവ്, എന്നിൽ ഒരു വിശുദ്ധിയും ഇല്ലായിരുന്നപ്പോഴും എൻ്റെ ചിന്തകൾ അങ്ങയിൽ വിരോധമായിരുന്നപ്പോഴും എന്നെ വിശുദ്ധൻ എന്ന പേരിനാൽ വിളിച്ച ദൈവമേ, ആ കരുണ എത്ര വലുത്, ആ ദയ എത്ര വലുത്. ഓ, അല്പനിമിഷം വായികളെ തുറന്ന കൃപയൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന തടവറകൾ പോലുള്ള അവസ്ഥകളുടെ മീതെ സ്തുതിക്കുമ്പോൾ സ്വർഗം ചലിക്കും. ഇന്ന് രാവിലെ അത്ഭുതത്തിന്റെ രാവിലെയാണ്. ഈ പകൽ ഹല്ലേലൂയ ദൈവം ചലിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാൻ പോകുന്ന മാസമായി കണ്ണുകൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നാം പറയുന്നത് ഈ മാസം നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൾ കൊണ്ടും കേൾക്കാൻ പോകുന്ന മാസം, അത്ഭുതങ്ങൾ നമ്മുടെ നടുവിൽ നടക്കുവാൻ പോകുന്ന മാസം, രോഗസൗഖ്യങ്ങൾ കണ്ണിന് മുമ്പിൽ കാണുവാൻ പോകുന്ന മാസം. യേശുവിന്റെ നാമത്തിൽ ആ കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. 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 അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ
സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ മോചനം വീണ്ടും ജനനവും നീചപാപിയനിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നാശമില്ലാത്തവ കാശവോ യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതോ നിൻ മക്കൾക്കു സ്വർഗേ ലഭിക്കും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ ചേർന്ന് പാടാം നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ആ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നാശമില്ലാത്ത അവകാശം ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, അങ്ങയുടെ അനുസരണത്താൽ, അങ്ങയുടെ സ്നേഹത്താൽ, ക്രൂശിൽ ചൊരിഞ്ഞ അങ്ങയുടെ അനുസരണത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ മഹാ അത്ഭുതത്തിനായി നന്ദി പറയാം. ആ സ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തെ അല്പനിമിഷം നമുക്കൊന്ന് ജ്വലിപ്പിക്കാം. ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഓടേണ്ടത് ക്രൂശിനെ നോക്കിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
we worship you, Jesus. ആ സ്നേഹത്തെ അല്പനിമിഷം കർത്താവേ, അങ്ങ് സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നപ്പ, ആ ക്രൂശിൽ ചൊരിഞ്ഞ മഹാകാരുണ്യത്തിനായി സ്തോത്രമപ്പ. ഓ ഹല്ലേലൂയ രാമസേരേമിയോ. ആ സ്നേഹത്തിലേക്ക് അല്പനിമിഷം നമ്മളേതായുള്ള സകലതും കൊടുക്കാം. ഹല്ലേലൂയ. ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി ക്രൂശിൽ ചൊരിഞ്ഞത നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി ക്രൂശിൽ ചൊരിഞ്ഞത നിത്യസ്നേഹമേ. എന്തു നൽകൂ പകരമാ, തുല്യമായിട്ടൊന്നുമില്ല യേശുവേ. എന്തു നൽകൂ പകരമാ, തുല്യമായിട്ടൊന്നുമില്ല നാഥനേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി ക്രൂശിൽ ചൊരിഞ്ഞത നിത്യസ്നേഹമേ. എന്തു നൽകൂ പകരമാ, തുല്യമായിട്ടൊന്നുമില്ല യേശുവേ. എന്തു നൽകൂ പകരമാ, തുല്യമായിട്ടൊന്നുമില്ല നാഥനേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. കിരീടവും ആടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്ത ജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാ നാവു പോരാ. മുൾക്കിരീടവും ആടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്ത ജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാ വാക്കുപോരാ.
ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിന കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിന കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എന്റെ സർവവും, എല്ലാറ്റിനും ജീവൻ പേർക്കാൽ തന്നതിനാ. നീ എന്റെ സർവവും, എല്ലാറ്റിനും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിന കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിന കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണെനിക്കാശ. അങ്ങ് സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. ആരാധ്യനായ യേശുവിനെ അല്പനിമിഷം ആരാധിച്ചുകൊണ്ട്, ആത്മാവിലും സത്യത്തിലും ആരാധിച്ച്, ഓ യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. We worship you, Lord. യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധ്യനേ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണെനിക്കാശ. അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ.
യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ആരാധനേ, ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് ഞങ്ങളുടെ സകല പാപത്തെ പോക്കി യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗത്തിലെ സകല നല്ല അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളെ നൽവഴി നടത്തിയ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയത് കാണുന്ന മാസം. ഓ ഹല്ലേലൂയ. സൗഖ്യങ്ങൾ കാണുന്ന മാസം. Oh, we worship you, Jesus. We worship you, Jesus. ആരാധിക്കുന്ന ഹൃദയങ്ങളുടെ മീതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതം. 10 കുഷ്ഠരോഗികൾ യേശുവിനടുക്കിലേക്ക് വന്ന് അവരെ 10 പേരും പോകുന്ന വഴിയിൽ യേശുവിനെ അനുസരിച്ച മാത്രയിൽ തന്നെ സൗഖ്യമായി. എന്നാൽ ഒരുവൻ മടങ്ങി വന്ന് വീണ്ടും സമയമെടുത്ത് യേശുവിന്റെ പാദപീഠത്തിൽ വീണ അവന്റെ ജീവിതത്തിൽ മറ്റ് 9 പേർക്കും ലഭിക്കാത്തത് എന്തോ അവന്റെ ജീവിതത്തിലേക്ക് വന്നു. ഇതൊരു ചടങ്ങല്ല, ആരാധിക്കുക. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ തന്നെ രോഗസൗഖ്യങ്ങൾ നടക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനകൾ മാറുകയാണ്, നിരാശകൾ നീങ്ങുകയാണ്. കർത്താവിന്റെ വലിയ കൃപ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുകയാണ്. യേശുവേ, യേശുവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ സമയം കർത്താവ് നമുക്ക് നൽകിയതിനായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഇന്നത്തെ വചന കേൾവി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും, ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മൾ മധ്യത്തിലുണ്ട്. നിങ്ങളായിരിക്കുന്ന മുറികളിലൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് ദൈവം നമ്മുടെ മധ്യത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യുവാൻ ഇടയായിത്തീരും. God will do a new thing in our life and in our midst and in our nation this day. നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ദേശത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പുതിയ പ്രവൃത്തി ചെയ്യുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഈ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ ഇടയായിത്തീരും. വലിയ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും നിരാശ ഉളവാക്കുന്ന, ഭീതി ഉളവാക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളുടെയൊക്കെയും മധ്യത്തിൽ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും, പരിശുദ്ധാത്മാവിന് കഴിയും. ആദിമസഭയുടെ ആരംഭത്തിൽ തന്നെ വലിയ പ്രതിബന്ധങ്ങൾ, വലിയ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എതിർപ്പുകൾ നേരിടുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ മധ്യത്തിൽ ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ, ദൈവസഭ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്ന് നമുക്കൊന്ന് കാണാം. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത്? വിട്ട ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. നമുക്കറിയാം, സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ വാതിൽക്കൽ 40 വർഷക്കാലമായി ജന്മന മുടന്തനായ ഒരു മനുഷ്യൻ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നതിൻ്റെ മധ്യത്തിൽ പത്രോസും യോഹന്നാനും അവിടെ കടന്നു പോകുന്നു. സ്തോത്രം. ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവരോട് ഭിക്ഷ യാചിക്കുന്നു. പത്രോസും യോഹന്നാനും ഉറ്റുനോക്കി, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരാനില്ല, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവൻ്റെ കൈയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവിടെ ഒരു വലിയ മഹാ അത്ഭുതം നടക്കുവാൻ ഇടയായിത്തീർന്നു. A great miracle happened in the life of this man who was born lame from his mother's womb, who was a beggar begging in this beautiful gate of the temple. And praise God, hallelujah.
ഈ വലിയ അത്ഭുതം കാരണം വലിയ പുരുഷാരം ഓടിക്കൂടു. ഇതെന്താണ്? ഇതുവരെ ഞങ്ങൾ കാണാത്തൊരു വലിയ വിസ്മയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു എന്ന് അവർ കണ്ട് അവർ അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും യേശുവിനെ പ്രസംഗിക്കുവാനും യേശുവിൻ്റെ സാക്ഷികളായി തീർന്ന്, സ്തോത്രം, ഈ നസ്രായനായ യേശുവിനെ നിങ്ങൾ ക്രൂശിച്ച ഈ യേശു അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെണ്ണീറ്റു, ഉയർപ്പിൻ്റെ സാക്ഷികളായി അപ്പോസ്തലന്മാർ തീരുകയാണ്. പുരുഷാരം തിരിച്ചറിയുകയാണ്, ഓ യേശു തന്നെയാണ് മെഷിഹ എന്ന് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ, സ്തോത്രം, വലിയ എതിർപ്പുകൾ ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. യഹൂദ ഇസ്രായേലിലെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവരിത് കണ്ടപ്പോൾ, അയ്യോ ഇത് വലിയ വിഷയമാണല്ലോ, വലിയ പ്രശ്നമാണല്ലോ, ഇങ്ങനെ പോയാൽ ഇസ്രായേൽ മൊത്തം യേശുവിൻ്റെ നാമം പരക്കും, എങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് തടസ്സപ്പെടുത്തണം എന്ന് പറഞ്ഞ് പത്രോസിനെയും യോഹന്നാനെയും കാരാഗൃഹത്തിൽ പിടിച്ചിടുന്നു. അവരോട് നിർദ്ദേശിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല, നിങ്ങൾ ഉപദേശിക്കരുത്, ഈ നാമം എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ താക്കീതുകൾ കൊടുക്കുന്നു, തർജ്ജനം കൊടുക്കുന്നു. You must not preach in the name of Jesus or make any teaching in the name of Jesus. And they threatened the apostles. വലിയ പ്രശ്നങ്ങൾ നേരിട്ടു. സ്തോത്രം, ഹല്ലേലൂയ. നീ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കാൻ ഉപദേശിക്കുവാൻ പാടില്ല എന്ന് അവരെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, അങ്ങനെ അവരെ ശാസിച്ച് അവരെ പറഞ്ഞയക്കുകയാണ്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. പത്രോസും അപ്പോസ്തലന്മാരും, സ്തോത്രം, അവര് തിരികെ വരികയാണ്. അവരുടെ കൂട്ടാളികളുടെ അടുത്ത് അവർ തിരികെ വന്ന് അവർ, സ്തോത്രം, ഈ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പങ്കുവെക്കുകയാണ്. ഇതാണ് വിഷയം. വലിയ പ്രതിസന്ധി നേരിടുകയാണ്, വലിയ പ്രതിബന്ധങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. നീ എങ്ങനെയാണ് സുവിശേഷത്തെ അടുത്ത തലങ്ങളിലേക്ക് യേശുവിൻ്റെ സാക്ഷികളായി തീരുന്നത് എന്നെല്ലാം ചിന്തിക്കുന്നതിൻ്റെ മധ്യത്തിൽ, സ്തോത്രം, 24-ാം വാക്യത്തിൽ അവർ ചെയ്തത്, അത് കേട്ടിട്ട്, ഈ വാർത്ത കേട്ടിട്ട്, സ്തോത്രം, അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വംശം വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? സ്തോത്രം, ഹല്ലേലൂയ. ഈ വലിയ വിഷയങ്ങൾ, ഈ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എങ്ങനെയാണ് ദേവദാസന്മാർ അതിനെ കൈകാര്യം ചെയ്തത്? എന്താണ് ദൈവസഭ ചെയ്തത്? അവർ ഒരുമിച്ച് ഒരു മനസ്സോട് ഒരുമനപ്പെട്ട് അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവർ പ്രാർത്ഥിക്കുവാൻ, ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത്, അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന്, ഹൃദയ ഞുറുക്കത്തിൽ നിന്ന്, സ്തോത്രം, സഹായിക്കുവാൻ കഴിയുന്ന, പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിങ്കലേക്ക് അവർ പ്രാർത്ഥനകളെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. അവർക്ക് സംഭവം മനസ്സിലാക്കുകയാണ്. ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുകയാണ്. അവർ നേരിടുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ അവർ തിരിച്ചറിയുകയാണ്, ഇതെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളാണല്ലോ എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാ അവരുടെ പ്രാർത്ഥന. 25-ാം വാക്യത്തിൽ നാം വായിച്ചത്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരയുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. സ്തോത്രം, അവർ തിരിച്ചറിയുകയാണ് ഈ എതിർപ്പുകളെല്ലാം വരുമെന്ന് അവർ മനസ്സിലാക്കുന്നു. അവരുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, അവരുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ അവർ വീണ്ടും ദൈവവചനത്തിലേക്കും ദൈവാശ്രയത്തിലേക്കും പോകുന്നതാണ് നാം ഇവിടെ കാണുന്നത്. 27-ാം വാക്യത്തിൽ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായ ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. വലിയ എതിർപ്പാണ്. സ്തോത്രം, നീ അഭിഷേകം ചെയ്ത യേശുവിൻ്റെ എതിരായി വലിയ ഒരു തന്ത്രം മെനയുകയാണ്. 2-ാം സങ്കീർത്തനത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. നീ അഭിഷേകം ചെയ്ത യേശു എന്ന് നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയസ് പിലാത്തോസും ജാതികളും ഇസ്രായേലുള്ള ഈ ജനമൊക്കെയും ഒരുമിച്ച് കൂടി അത്
വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. 29 വാക്യത്തിൽ, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കരം നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകേണ്ടതിന് നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഈ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർ ചെയ്തത്, അവർ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഭാഗമാണ് സ്തോത്രം ഇന്നത്തെ ദൂത്, ഇന്നത്തെ സ്തോത്രം ഹല്ലേലൂയ മെസ്സേജ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ദൂതായി അത് നമുക്കും നമ്മുടെ ദേശത്തിനും ഭാരതത്തിനും ഒരു പ്രവചന പ്രൊഫറ്റിക് മെസ്സേജായി ദൈവം നൽകിയിരിക്കുക. സ്തോത്രം. ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയാണ്, ദൈവമേ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവമേ നിന്റെ കരം നീട്ടണമേ. ഹല്ലേലൂയ. In the midst of all the issues and crises that they were facing, the men of God cried out together with the church and they said, "Oh God, stretch out your hand." ദൈവമേ നിന്റെ കരം നീട്ടണമേ. God, stretch forth your hand to heal, to perform miracles, signs and wonders, and that your people may be able to preach the word with boldness. ദൈവമേ നിന്റെ കരം നീട്ടണമേ, നിന്റെ ഭുജം നീട്ടണമേ. സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യമാക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനും നിന്റെ ദാസന്മാർ അതിധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ച്, ദൈവമേ നിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ. God, manifest your hand in our midst. നിന്റെ കരം വെളിപ്പെട്ട് വരണമേ. ഹല്ലേലൂയ. എന്തൊരു പ്രാർത്ഥനയാണത്. സ്തോത്രം. 31 വാക്യത്തിൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയാണ്. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ഇടയായി തീർന്നു. സ്വർഗം ആമീൻ വെച്ച, സ്വർഗം യെസ് വെച്ച, സ്വർഗം തുറന്ന് ദൈവം പ്രതികരിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. സ്തോത്രം. ആ സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു, ഉത്തരം കൊടുത്തു. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ നിന്റെ കരം നീട്ടണമേ. God, stretch forth your hands. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ഭുജം, ദൈവത്തിന്റെ വിരലുകൾ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്കും ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കൊക്കെ ദൈവത്തിന്റെ കരത്തിന്റെ ആ ശക്തിയും മഹത്വവും നല്ലോണം തിരിച്ചറിയുന്ന ഒരു കൂട്ടമായിരുന്നു. ആ ഒരു വലിയ വെളിപ്പാട് പ്രാപിച്ചവരായിരുന്നു അവർ. അതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നത്. അവരുടെ വിഷയങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ അവർ പ്രാർത്ഥിച്ചത്, God, stretch forth your hands. Hallelujah. Praise God. സ്തോത്രം. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് സ്തോത്രം പിൻകാലങ്ങളിൽ അവരുടെ പിതാക്കന്മാരെ ദൈവം വിടുവിച്ചതും, ദൈവം മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്ന ആ സത്യങ്ങളെയും ആ ചരിത്ര പ്രവൃത്തികളെയും ഒക്കെ അവർക്ക് നല്ലോണം ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. 430 വർഷം സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്നു. മിസ്രയീമിന്റെ അടിമത്തത്തിൽ, ഫറോവിന്റെ അടിമത്തത്തിൽ അവർ വേദനിച്ചും നിരാശപ്പെട്ടും സ്തോത്രം തകർന്നും ഇരിക്കുന്നതിന്റെ മധ്യത്തിൽ അവർ ദൈവത്തോട് നിലവിളിക്കുവാൻ ഇടയായിത്തീർന്നു. അവർ കരയുവാൻ ഇടയായിത്തീർന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ആ പ്രാർത്ഥനയുടെ ഉത്തരമായ ദൈവം മോശയെ ഹല്ലേലൂയ മിസ്രയീമിലേക്ക് അയക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മോശയിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ അതിന് 34-ാം വാക്യത്തിൽ മോശയ്ക്ക് ഇസ്രായേൽ മക്കളോട് ദൈവജനത്തോട് പറയുവാനുള്ളത്, നമ്മെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെട്ടു വരുവാൻ കഴിയാത്ത ഫറോവിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ വിടുവിച്ചത് സ്തോത്രം ദൈവത്തിന്റെ കരമാണ്. അവന്റെ ബലമുള്ള കരവും അവന്റെ നീട്ടിയ ഭുജവുമാണ് നമ്മെ വിടുവിച്ചത്. നിങ്ങൾ മറന്നു പോകരുത്.
ആവർത്തിച്ച് സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്ന ഒരു വാക്കാണ് the mighty hand of God and the outstretched arm of God. Hallelujah. ദൈവത്തിന്റെ ബലമുള്ള ഭുജവും നീട്ടിയ കരവും. Hallelujah. 34-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രൈമിൽ വെച്ച് നീ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈയും നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്രവിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും ദൈവമുണ്ടോ അങ്ങനെ ചെയ്തത്, അങ്ങനെ ശ്രമിച്ചിട്ടുള്ളത്? സ്തോത്രം. മറ്റൊരു ജാതിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളെ ഒരു ജാതിയായി പുറത്തു കൊണ്ടുവന്ന അങ്ങനെ ഒരു ദൈവമുണ്ടോ? സ്തോത്രം. പരീക്ഷകളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും യുദ്ധത്തോടെയും ബലമുള്ള കൈയും നീട്ടിയ ഭുജവും വലിയ ഭയങ്കര പ്രവൃത്തികളാലാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് എന്ന് മോശ അവരെ ഓർപ്പിക്കുകയാണ്. Or has any God ever attempted to go and take a nation for himself from the midst of another nation by trials, by signs, by wonders, by war and a mighty hand and an outstretched arm, as the Lord your God did for you in Egypt before your eyes? Hallelujah. സ്തോത്രം. ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലുമാണ് ദൈവം നമ്മെ വിടുവിച്ചത് എന്ന് മോശ തന്റെ ജനത്തോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മറന്നു പോകരുത്, ആ ഭുജമാണ്, ആ കൈയാണ് നമ്മെ അടിമത്വത്തിൽ നിന്ന്, അസാധ്യമായ നമ്മുടെ ശത്രുവിന്റെ ആ അടിമത്വത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചത്, നമ്മുടെ കുഴികളിൽ നിന്ന്, നമ്മുടെ നാശത്തിൽ നിന്ന് ഹല്ലേലൂയ നമ്മെ വിടുവിച്ചത് ദൈവത്തിന്റെ ഭുജമാണ്. ശക്തിയുള്ള ബലമുള്ള അവന്റെ കൈയും അവന്റെ നീട്ടിയ ഭുജവും. ആവർത്തിച്ച് ദൈവവചനത്തിൽ നാം കാണുന്നത് ദൈവത്തിന് ഒരു കൈയുണ്ട്, ദൈവത്തിന് ഒരു ഭുജമുണ്ട്. ഹല്ലേലൂയ. തൻ്റെ മക്കൾക്ക് വേണ്ടി, അവനിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവനത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ നാം പ്രാർത്ഥിച്ചാൽ, നാം വിശ്വസിച്ചാൽ ആ കരം അത്ഭുതകരമായി നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ദൈവം ആത്മാവാണ്. ദൈവത്തിന് ഒരു ശരീരം, ഒരു മെറ്റീരിയൽ ബോഡിയിൽ ഒരു ശരീരമില്ല, എങ്കിലും ദൈവത്തിന് ഒരു രൂപമുണ്ട്. ദൈവത്തിന്റെ കണ്ണുകളുണ്ട്, ദൈവത്തിന്റെ മുഖമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ നമുക്ക് വിവിധമായിട്ടുള്ള രീതിയിൽ നമുക്ക് അത് ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാം. God has eyes, God has ears, God sees, God has hands. God is spirit. He doesn't have a material body, but he has a form. And again in the scriptures we see this, that God by his mighty hand and an outstretched arm led his people and manifest himself on the behalf of his people. Hallelujah. സ്തോത്രം. ബലമുള്ള കൈയും നീട്ടിയ ഭുജത്താലും തൻ്റെ ജനത്തെ വിടുവിക്കുന്നവൻ, തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അടിമനുഖത്തെ തകർക്കുന്നവൻ, നശിപ്പിക്കുന്ന സംഹാരകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് വീണ്ടും വായിക്കാം. മോശ പറയുകയാണ്, നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്ന് നീ ഓർക്കുക. You shall remember that you were a slave in the land of Egypt, and the Lord your God brought you out from there with a mighty hand and an outstretched arm. Deuteronomy chapter 5 verse 15 reads that way. സ്തോത്രം. അടിമയായിരുന്ന നമ്മെ, സ്തോത്രം, ദൈവത്തിന്റെ ബലമുള്ള കൈയും നീട്ടിയ ഭുജം കൊണ്ടാണ് നമ്മെ ദൈവം പുറത്ത് കൊണ്ടുവന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, 7-ാം അധ്യായം, ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, with great trials that your eyes saw, the signs, the wonders, the mighty hand and the outstretched arm by which the Lord your God brought you out. നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച് ബലമുള്ള കൈയും നീട്ടിയ ഭുജവും
നീ നല്ലവണ്ണം ഓർക്കണം, നീ നല്ലവണ്ണം ഓർക്കണം. ആരാണ്, എന്താണ് നിന്നെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്? നീ പേടിക്കുന്ന സകല ജാതികളോടും നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. അടിമത്തത്തിൽ നിന്നെല്ലാം പുറത്തു വന്ന് കനാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയുടെ മധ്യത്തിൽ വെച്ച് മോശ പറയുകയാണ്, മരുഭൂമിയുടെ മധ്യത്തിൽ വെച്ച് മോശ പറയുകയാണ്, ജനമേ, ഇസ്രായേൽ ജനമേ, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ശത്രുക്കളെ കണ്ട് നിങ്ങളെ ഭയപ്പെടരുത്. അടിമത്തത്തിൽ നിന്ന്, മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ചെങ്കടൽ വിഭജിച്ച് സ്തോത്രം നിങ്ങളെ കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണ്. പാലും തേനും ഒഴുകുന്ന കനാൻ എന്ന വാഗ്ദത്ത നാട്ടിലേക്ക് നിങ്ങളെ പ്രവേശിപ്പാൻ ഈ ഭുജം മതിയായതാണ്. അവന്റെ കൈ വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കൈയാണ്. അത് നിങ്ങൾ ഓർത്തുകൊള്ളണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലുമാണ് നിങ്ങളെ ദൈവം കൊണ്ടുവന്നത്. അതുകൊണ്ട് സകല ജാതികളോടും നിന്റെ ദൈവമായ യഹോവ അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്തോത്രം ബലമുള്ള കൈയും ഒരു നീട്ടിയ ഭുജവും ഉള്ളത് കൊണ്ട് നീ ഭയപ്പെടേണ്ട. അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. വീണ്ടും വീണ്ടും ആവർത്തന പുസ്തകത്തിൽ നാം അങ്ങനെ ഒരു പദം കാണുന്നു, the mighty hand of God and the outstretched arm of God. Hallelujah. സ്തോത്രം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ യബേസ് ജനിച്ചപ്പോൾ തന്നെ സ്തോത്രം വേദനയിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞ അമ്മ ശാപത്തിന്റെ ഒരു വാക്ക് അവന്റെ മേൽ ഇട്ടു. ദൈവത്തിന്റെ കൈയെക്കുറിച്ച്, ദൈവത്തിന്റെ ഭുജത്തെക്കുറിച്ച് വെളിപ്പാടുള്ളവനായ യബേസ് വളർന്നു വന്നപ്പോൾ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിരുകളെ വിശാലമാക്കി നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണം ആയി തീരാത്തവണ്ണം നീ എന്നെ പരിപാലിക്കണമേ ദൈവമേ എന്ന് ദൈവത്തോട് ആ കൈയുടെ ശക്തി തന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന യബേസിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ശക്തിയുള്ള കരമാണ്, ബലമുള്ള കരമാണ്. ഇന്ന് നമ്മൾ എന്ത് വിഷയങ്ങളാണെങ്കിലും, എന്ത് പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിൽ കൂടെ ഒക്കെ നമ്മൾ പോയെന്നാലും സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ, ദൈവജനം പ്രാർത്ഥിച്ചതുപോലെ, ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരണമേ എന്ന് നാം പ്രാർത്ഥിച്ച ആ കരത്തിന്റെ മഹത്വം സ്തോത്രം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്തോത്രം. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. സ്തോത്രം. സങ്കീർത്തനം 19 ദൈവത്തിന്റെ കരപ്രവൃത്തിയെ കണ്ട് ആശ്ചര്യപ്പെട്ട് താൻ പാടുകയാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. The heavens declare the glory of God and the firmament his handiwork. Hallelujah. ആകാശത്തെയും സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്, ദൈവത്തിന്റെ കരമാണ് എന്ന് ദാവീദ് നല്ലോണം മനസ്സിലാക്കി സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, My hand laid the foundation of the earth and my right hand spread out the heavens. When I call to them, they stand forth together. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിടുകയും എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. എൻ്റെ കൈ, ഹല്ലേലൂയ. ദൈവം ആണ് സകലത്തെയും സൃഷ്ടിച്ചത്. ദൈവം പറയുകയാണ്, പ്രവാചകൻ പ്രവചനാത്മാവിൽ പറയുകയാണ്, ദൈവത്തിന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, സ്വർഗത്തെ വിരിച്ചവനാണ്. ആ കൈ സൃഷ്ടിക്കുന്ന കൈയാണ്, അത്ഭുതത്തിന്റെ കൈയാണ്, ബലമുള്ള കൈയാണ്. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും 40-ാം അധ്യായം, യെശയ്യാപ്രവാചകന്റെ 40-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, Who has measured the waters in the hollow of his hand and marked off the heavens with his span? തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണ കൊണ്ട് ആകാശത്തിന് പരിമാണമിടുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോല് കൊണ്ടും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവൻ ആർ? ഹല്ലേലൂയ. നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ കരം അത് വലിയ കരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത്
സൃഷ്ടിക്കുന്ന കരമാണ്. അത് ബലമുള്ള കരമാണ്. സ്തോത്രം. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും, നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള രീതിയിൽ വലുതാണവൻ. His hand is a mighty hand and his hand is outstretched for us. Hallelujah. വീണ്ടും 49 ഇശയ്യാപ്രവാചകന്റെ 49 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആകാശത്തെ സൃഷ്ടിച്ചവനാണ്, ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടവനാണ്, ആകാശത്തെ മെഷർ ചെയ്യുന്നവനാണ് തന്റെ കൈകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സകലത്തെയും തന്റെ തുലാസക്കൊട്ടയിൽ തന്റെ കൈകൊണ്ട് നിറയ്ക്കുവാൻ കഴിയുന്നവനാണ് ഈ ദൈവം. നാം ഇവിടെ വായിക്കുന്ന അങ്ങനെ വലിയവനായ ഒരു ദൈവം ആയിരിക്കുമ്പോൾ തന്നെ, സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്നത്, can a woman forget his nursing child, that she should have no compassion on the son of her womb? Even these may forget, yet I will not forget you. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ. ദൈവം പറയുക, അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. Behold, I have engraved you on the palm of my hands. തന്റെ ജനമായ ഇസ്രായേലിനോട് ദൈവം പറയുക, സ്തോത്രം, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം തന്റെ ജനത്തോട് പറയുക, എൻ്റെ ഉള്ളം കയ്യിലാണ് ഞാൻ നിങ്ങളെ വരച്ചിരിക്കുന്നത്, എൻ്റെ ഉള്ളം കയ്യിലാണ് ഞാൻ നിന്നെ വഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ചില മാസങ്ങൾക്ക് മുമ്പേ സ്തോത്രം കൊച്ചിൻ സഭയിൽ ശുശ്രൂഷിക്കുവാൻ അവിടെ കടന്നു പോയതിന്റെ മധ്യത്തിൽ, ആരാധനയുടെ മധ്യത്തിൽ, സ്തോത്രം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ദർശനം കാണുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. പെട്ടെന്ന് സ്വർഗം തുറക്കുന്നതായി ഒരു വലിയ കരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ദർശനം കാണുന്നത്. ഇങ്ങനെ ഒരു കൈ സ്വർഗത്തിൽ നിന്ന്, ഹല്ലേലൂയ, ഒരു വലിയ കൈ, ഭയങ്കരമായ കൈ, സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് അവിടെ ആ കൂട്ടത്തിലുള്ള സകലരെയും ആ കയ്യിൽ വഹിക്കുന്ന ഒരു ദർശനത്തെ കാണിച്ച് പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ കയ്യിലാണ് ഞാൻ നിങ്ങളെ വഹിച്ചിരിക്കുന്നത്, എൻ്റെ കയ്യിൽ നിങ്ങൾ സുരക്ഷിതമാണ്, എൻ്റെ കൈ അത്ഭുതത്തിൻ്റെ കരമാണ്, എൻ്റെ കൈ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാൻ മതിയായതാണ് എന്ന് ദൈവം ഇടപെടുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവൻ്റെ കൈ സകലത്തെയും സൃഷ്ടിച്ചു. അത് ശക്തിയുള്ള കൈയാണ്, അത് ബലമുള്ള കൈയാണ്. ഹല്ലേലൂയ. ആ കൈയാണ് യേശുവിൽ വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെട്ട്, സ്തോത്രം, 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു കാൽവരി ക്രൂശിൽ ചെയ്തിരിക്കുന്ന അവൻ്റെ ആ ദിവ്യ പ്രവൃത്തിയിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളായി തീർന്ന ഓരോരുത്തർക്കുമുള്ള ദൈവത്തിന്റെ ഭാഗ്യപദവിയാണ്. നാം ദൈവത്തിന്റെ ഉള്ളം കൈയിൽ ദൈവം നമ്മെ വഹിച്ചിരിക്കുകയാണ്, നമ്മെ വരച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 42-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. Fear not, for I am with you. Be not dismayed, for I am your God. I will strengthen you, I will help you, I will uphold you with my righteous right hand. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇത് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. നമ്മോട് കൂടെ ഇരിക്കുന്ന കരം, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ഭുജം, ഹല്ലേലൂയ, നമ്മെ ശക്തീകരിക്കുന്ന ഭുജമാണ്, നമ്മെ സഹായിക്കുന്ന ഭുജമാണ്. അവന്റെ വലങ്കൈ നമ്മെ താങ്ങും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധികളുടെ മധ്യത്തിലാണെങ്കിലും, വിഷയങ്ങളുടെ മധ്യത്തിലാണെങ്കിലും, എന്തൊക്കെ അവസ്ഥകളാണ് നിങ്ങൾ നേരിടുന്നത്, നിങ്ങൾ എന്തൊക്കെ പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും, സ്തോത്രം, നെടുവീർപ്പിന്റെയും ഒക്കെ മധ്യത്തിലായിരിക്കാം ഇന്ന് പകൽക്കാലം, ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഇടപെടുന്നു. എന്റെ കരം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കും. അത് വിശ്വസിച്ചാൽ
ഹല്ലേലൂയ. ആ കരത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങളെ ശക്തീകരിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ താങ്ങുന്ന കരമാണ് ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. The hand of God, the arm of God. ദൈവത്തിന്റെ ഭുജം, ബലമുള്ള ഭുജവും നീട്ടിയ കൈയാലും ദൈവം നമ്മെ നടത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. യെരമ്യാവിന്റെ പുസ്തകം അതിന്റെ 32-ാം അധ്യായത്തിൽ സ്തോത്രം, വളരെ മനോഹരമായ ഒരു വാക്കുണ്ട്. യെരമ്യാവ് പ്രാർത്ഥിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആധാരം നേര്യാവിന്റെ മകനായ ബാരൂക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യെരമ്യാവ് യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നും ഇല്ലല്ലോ. Our Lord God, it is you who have made the heavens and the earth by your great power and by your outstretched arm. Nothing is too hard for you. ഒന്നും നിനക്ക് അസാധ്യമല്ലോ. നിന്റെ ഭുജമല്ലോ ഇതെല്ലാം നിർമ്മിച്ചത്. നിനക്കിത് ചെയ്യുവാൻ കഴിയും. യെരമ്യാവ് ഈ പ്രാർത്ഥനയും സ്തോത്രം പറയുന്നത്, ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം, യെരൂശലേം, യൂദ, യഹൂദ, അതെല്ലാം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറും അവന്റെ സൈന്യവും വന്ന് മൂടിയിരിക്കുകയാണ്. സ്തോത്രം, പാളയം ഇറങ്ങിയിരിക്കുക. ഒരു വലിയ സീജ് അവരെ ആക്രമിക്കുവാനായി, അടിമകളായി കൊണ്ടുപോകുവാൻ ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസറിന്റെ പട്ടാളം വളഞ്ഞിരിക്കുകയാണ്, പാളയം ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ ഇസ്രായേൽ ജനം ഭയപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. യെരമ്യാവ് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്, പ്രവചിക്കുകയാണ്. സ്തോത്രം, രാജാവേ സ്തോത്രം, രക്ഷപ്പെടുവാൻ കഴിയുകയില്ല, അടിമകളായി പോകേണ്ടി വരും. ഇസ്രായേൽ കാണിച്ച ആ ദൈവത്തോട് കാണിച്ച അവിശ്വസ്തത കാരണം ദൈവത്തിന്റെ ന്യായവിധി വന്നിരിക്കുന്നു. അടിമകളായി സ്തോത്രം ഇസ്രായേൽ വിൽക്കപ്പെടും, ബാബിലോണിന്റെ അടിമകളായി തീരുമെന്ന് സ്തോത്രം ഹല്ലേലൂയ യെരമ്യാവ് വിളിച്ചു പറയുകയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ വീണ്ടും ദൈവത്തിന്റെ ഒരു അരുളപ്പാട് ഉണ്ടാകുകയാണ്. നിന്റെ ഇളയപ്പന്റെ മകൻ വന്ന് നിന്നോട് പറയും, ഒരു ഭൂമി മേടിക്കുവാൻ നിന്നോട് പറയും. സ്തോത്രം, അനാത്തോത്തിൽ എനിക്കൊരു സ്ഥലമുണ്ട്, യെരമ്യാ നീ ഈ സ്ഥലം മേടിക്കുക എന്ന് പറയും. അപ്പോൾ നീ ചെയ്യേണ്ടത് ആ സ്ഥലത്തെ നീ അങ്ങ് മേടിക്കണം. ഒരു പ്രൊഫറ്റിക് ആക്ട് ആണ് ദൈവം യെരമ്യാ പ്രവാചകനോട് ചെയ്യുവാൻ പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ചുറ്റും വലിയ വിഷയങ്ങളും പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. ബാബിലോൺ രാജാവ് ആക്രമിച്ച് അടിമകളായി കൊണ്ടുപോകുവാൻ കുറച്ച് നിമിഷങ്ങളും കൂടെ ഉള്ളൂ. അതിന്റെ മധ്യത്തിൽ നിലം വാങ്ങിക്കാനും വിൽക്കുവാനും കൊടുക്കുവാനും സ്തോത്രം, അത് ഒരു രീതിയിലും ആരും ചെയ്യാത്ത കാര്യമാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. യെരമ്യാവ് കാണുകയാണ് ദർശനത്തിൽ, നിന്റെ അടുക്കൽ നിന്റെ ഇളയപ്പന്റെ മകൻ വരും, ഈ നിലം മേടിക്കുവാൻ പറയും, നീ അത് മേടിച്ചു കൊള്ളുക. സ്തോത്രം, അതിന് ആധാരം മേടിച്ച് മുദ്രയിട്ട് സ്തോത്രം സീൽ ചെയ്ത് ജനം കാണുകെ നീ ഒരു കാര്യം ചെയ്യണം. നീ ഇത് നല്ലൊരു മൺപാത്രത്തിൽ, ഏറെ നാൾ നിൽക്കുന്ന ഒരു മൺപാത്രത്തിൽ നീ ഈ ആധാരത്തെ വെക്കണം. എന്നിട്ട് നീ ഇങ്ങനെ പ്രസ്താവിക്കണം. സ്തോത്രം, 15-ാം വാക്യത്തിൽ, ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോപ്പുകളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. For thus says the Lord of hosts, the God of Israel, houses and fields and vineyards shall again be bought in this land. അടിമകളായി വിൽക്കുവാൻ പോകുകയാണ്. സ്തോത്രം, പരാജയത്തിന്റെ വലിയ ധ്വനിയാണ്. സ്തോത്രം, നീ ഒരു കാരണവശാലും ഇസ്രായേലിലേക്ക് മടങ്ങി വരുവാൻ കഴിയും എന്നുള്ളൊരു സ്വപ്നം പോലും കാണുവാൻ കഴിയാത്ത അങ്ങനെ ഒരു അവസ്ഥയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ യെരമ്യാവിനോട് പറയുകയാണ്. സ്തോത്രം, ഈ പ്രാവചനികമായ ഈ പ്രവൃത്തി ചെയ്തിട്ട് യെരമ്യാവിനോട് പറയുക, യെരമ്യാവേ നീ ഇങ്ങനെ ചെയ്. സ്തോത്രം, നീ ആ സ്ഥലം മേടിച്ച് ആധാരം മുദ്ര വെച്ച് സ്തോത്രം അത് ഈ പാത്രത്തിലേക്ക് ഇട്ടുവെച്ച് ഈ പ്രസ്താവന നീ ചെയ്യുക. സ്തോത്രം, ഇനിയും ഇസ്രായേലിൽ ക്രയവിക്രയം ചെയ്യും എന്ന് ദൈവത്തിന്റെ സ്തോത്രം സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു.
യിരെമ്യാവ് പോലും വണ്ടടിക്കുകയാണ്, വിസ്മയിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അടിമകളായി വിൽക്കപ്പെടുവാൻ പോകുകയാണ്. പക്ഷെ അതിന്റെ മധ്യത്തിലും അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ, വീണ്ടും ഇസ്രായേലിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആ വചനത്തെ, ആ പ്രവചനത്തെ ദൈവം കൊടുക്കുക. അതിന്റെ മധ്യത്തിലാണ് സ്തോത്രം പ്രവാചകനായ യിരെമ്യാവ് ഈ വാക്കുകൾ പറയുന്നത്. സ്തോത്രം, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും, നമ്മുടെ ദേശം എത്ര വലിയ പ്രതിസന്ധിയിൽ കൂടെ പോകുന്നതാണെങ്കിലും, അതിന്റെ മധ്യത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഹല്ലേലൂയ, സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ, സകലത്തെയും ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, അസാധ്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരം മതിയായതാണ്. Nothing is too difficult for God. ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ദൂത് പറയുന്നു. സ്തോത്രം, അവന് അസാധ്യമായത് ഒന്നും ഇല്ലല്ലോ. Nothing is too difficult for God. Hallelujah. Praise God. യിശയ്യാ പ്രവാചകനും തന്റെ ജീവിതത്തിൽ, സ്തോത്രം, ഇസ്രായേൽ സ്തോത്രം കടന്നുപോയ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, താനും നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിക്കാം. The book of Isaiah chapter 51 verse 9. Even as Israel was going through a difficult time, prophet Isaiah cries out and makes this prayer. Awake, awake, put on strength, O arm of the Lord. Awake as in the days of old, the generations of long ago. Was it not you who cut Rahab in pieces, who pierced the dragon? ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ, യിരെമ്യാ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ കരത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച യിശയ്യാ പ്രവാചകനും പ്രാർത്ഥിക്കുക. ദൈവമേ, നിന്റെ കരം അസാധ്യങ്ങളെ പ്രവർത്തിക്കുന്ന കരമാണ്. യഹോവയുടെ ഭുജമേ, ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്ത് പണ്ടത്തെ തലമുറകളിൽ എന്നതുപോലെ ഉണരുക. റാഹാബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞ് നീയല്ലയോ സമുദ്രത്തെ, വലിയ ആഴികളെ, വെള്ളങ്ങളെ തന്നെ വറ്റിക്കുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീ അല്ലയോ? യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടും സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. സ്തോത്രം. തന്റെ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ ഇസ്രായേൽ നേരിടുന്ന ആ വലിയ ശൂന്യതയും തകർച്ചകളുടെയും കണ്ണുനീരിന്റെയും നെടുവീർപ്പിന്റെയും ഒക്കെ മധ്യത്തിൽ, സ്തോത്രം, പ്രവാചകൻ വിളിച്ചു പറയുക, യഹോവയുടെ ഭുജം ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ചെയ്ത പോലെ, പണ്ടത്തെ തലമുറയിൽ കർത്താവേ നീ വെളിപ്പെടുത്തിയതുപോലെ, ഹല്ലേലൂയ, ദൈവമേ, നിന്റെ ബലമുള്ള ഭുജവും നിന്റെ നീട്ടിയ കൈയും ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരണമേ. ഹല്ലേലൂയ. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരികയും നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടാകുകയും ചെയ്യും. ഹല്ലേലൂയ. യിശയ്യാ പ്രവാചകൻ പ്രവചിച്ച് പറയുക, ദൈവത്തിന്റെ ആ കരം വെളിപ്പെട്ടു വരുമ്പോൾ, ആ ഭുജത്തിന്റെ മഹത്വം തന്റെ ജനത്തിനു വേണ്ടി, ഇസ്രായേലിന് വേണ്ടി വെളിപ്പെട്ടു വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, കണ്ണുനീരിനും നെടുവീർപ്പിനും പകരം, ഹല്ലേലൂയ, നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മോട് കർത്താവ് സംസാരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ഹല്ലേലൂയ, കേരളത്തിൽ, ഭാരതത്തിൽ ദൈവത്തിന്റെ കരത്തിന്റെ ആ ശക്തിയും ആ മഹത്വവും വെളിപ്പെട്ട് വരേണ്ടതിന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഭുജത്തെ പറ്റി, ദൈവത്തിന്റെ കൈയെ പറ്റി, that we have a revelation of the mighty hand of God and the outstretched arm of God. Hallelujah. ബലമുള്ള കൈയും നീട്ടിയ ഭുജത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പ്രാപിച്ച് അങ്ങനെ വിശ്വാസത്തോട് നാം പ്രാർത്ഥിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ.
ആർക്കാണ് ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുന്നത്? ഈ അത്ഭുതത്തിന്റെ കരം, ഈ ബലമുള്ള കരം ആർക്കാണ് വെളിപ്പെട്ടു വരുന്നത്? 7 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. To whom does this mighty hand of God and the outstretched arm of God manifest? ആർക്കാണ് ദൈവത്തിന്റെ ഈ ബലമുള്ള കൈയും ഈ നീട്ടിയ ഭുജവും വെളിപ്പെട്ടു വരുന്നത്? ഒന്ന്, വിശ്വസിക്കുന്നവർക്ക്. യിശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇന്ന് നാം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ കരം അത് വീര്യം പ്രവർത്തിക്കുന്ന കരമാ, അത് സൗഖ്യം പ്രവർത്തിക്കുന്ന കരമാ, അത് അത്ഭുതത്തിന്റെ കരമാ, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന കരമാ. എത്ര വലിയ വിഷയങ്ങളാണെങ്കിൽ, ആരൊക്കെ നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിച്ചാലും, ആരൊക്കെ ഗൂഢാലോചനകൾ ചെയ്താലും, ആരൊക്കെ നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ നോക്കിയാലും, അതിന്റെ മധ്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരുവാൻ, നിങ്ങളെ ജയകരമായി കൊണ്ടുവരുവാൻ കഴിയുന്ന ബലമുള്ള കരമാണ് ദൈവത്തിന്റെ കരം. അത് സൃഷ്ടിക്കുന്ന കരമാണ്, അത് താങ്ങുന്ന കരമാണ്, അത് സഹായിക്കുന്ന കരമാണ്, അത് ഉയർത്തുന്ന കരമാണ്, അത് വഹിക്കുന്ന കരമാണ്. ഹല്ലേലൂയ. ആ കരം ആർക്കാണ് വെളിപ്പെട്ടു വരുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവൻ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും. ആർക്കാണ് ദൈവത്തിന്റെ ഭുജം വെളിപ്പെട്ടു വരുന്നത്? വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി. നീ ദൈവത്തിൽ വിശ്വസിക്കുമോ? യേശുവിൽ വിശ്വസിക്കുമോ? അവന്റെ കരം നിനക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുമോ? പ്രതിസന്ധികളുടെ മധ്യത്തിൽ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ, ആദിമസഭ ചെയ്തതുപോലെ, ദൈവമേ അങ്ങയുടെ കരം നീട്ടണമേ, സൗഖ്യമാക്കാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും വീര്യപ്രവർത്തികൾ ചെയ്യുവാനും കർത്താവേ അങ്ങയുടെ കരം നീട്ടണമേ. നിന്റെ ദാസന്മാർ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കേണ്ടതിനു വേണ്ടി ഞങ്ങളുടെ മേൽ നിന്റെ കരം നീട്ടണമേ. വിശ്വസിക്കുന്ന ഒരുത്തിനു വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു. I know my sheep listen to my voice and they follow me. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ആർക്കും ഒരു നാളും അവനെ എൻ്റെ കയ്യിൽ നിന്ന് പറിച്ചു കളയുവാൻ കഴിയുകയില്ല. No one will be able to snatch them from my hands. യേശു പറയുക, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ അനുഗമിക്കും, അവർക്ക് ഞാൻ നിത്യജീവൻ കൊടുക്കും. ആർക്കും അവരെ നശിപ്പിച്ചു കളയുവാൻ കഴിയുകയില്ല. ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് അവരെ പറിച്ചു കളയുവാനും കഴിയുകയില്ല. സ്തോത്രം. ആർക്കാണ് ഈ അത്ഭുതത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നത്? ഈ സുരക്ഷിതത്വത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ട്, അവന്റെ ശബ്ദത്തെ കേട്ട് അനുസരിക്കുന്നവർക്ക്, അനുഗമിക്കുന്നവന്, ദൈവത്തിന്റെ വഴികളിൽ നടന്ന് ദൈവത്തെ അനുഗമിക്കുന്നവനാണ് ദൈവത്തിന്റെ കരം ശക്തിയോട് വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആർക്കാണ് ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നത്? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിന്, പ്രാർത്ഥിക്കുന്ന ഒരു ദേശത്തിലാണ് ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നത്. യെരമ്യാവ് പ്രാർത്ഥിച്ചു, യിശയ്യാപ്രവാചകൻ പ്രാർത്ഥിക്കുക, ഉണരണമേ, ഉണരണമേ, awake, awake, O arm of God. Hallelujah. ആര് പ്രാർത്ഥിക്കും? വേദനയോട്, ഹൃദയത്തിന്റെ ഞുറുക്കലോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു സഭയ്ക്ക് വേണ്ടി, ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ദൈവത്തിന്റെ കരം, ഈ ബലമുള്ള കരം, ഈ നീട്ടിയ ഭുജം വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ 4-ാം അധ്യായത്തിൽ നാം അതാണ് കാണുന്നത്. അവർ ഒരുമിച്ച് കൂടി വന്ന് അവർ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ കരം വെളിപ്പെട്ട് വരണമേ. ഓ ഗാഡ്, സ്ട്രെച്ച് ഫോർത്ത് യുവർ ഹാൻഡ്സ്. ആർക്കാണ് ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നത്? ഹല്ലേലൂയ. യിശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മങ്ങിപ്പോയിട്ടും ഇല്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാത്തവണ്ണം അവന്റെ മുഖം നിങ്ങൾക്ക് മറച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വഴികൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു.
ഹല്ലേലൂയ. ആർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നത്? ആർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ അത്ഭുത ഭുജം വെളിപ്പെട്ട് വരുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പാപത്തിന്റെയും സ്തോത്രം അകൃത്യങ്ങളുടെയും വഴിവിട്ട്, ദുഷ്ടത വിട്ട്, ദുർമാർഗങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുന്ന യേശുവിന്റെ സുവിശേഷത്തെ വിശ്വസിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന്, പാപയാഗമായി തീർന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, തന്റെ പാപങ്ങൾ മറച്ചു കിട്ടി ഒരു വ്യക്തി. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെണീച്ചു എന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ വഴികളിൽ വിശുദ്ധിയോടും വേർപാടോടും നടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരും. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകി പോയിട്ടില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ അകൃത്യങ്ങളാണ്, നിങ്ങളുടെ പാപമാണ്, ദുർമാർഗങ്ങളാണ്, സ്തോത്രം, അതെല്ലാമാണ് സ്തോത്രം ദൈവത്തിന്റെ കരപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ തടസ്സപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വീണ്ടും വീണ്ടും പരാജയം നേരിടുന്നുണ്ടോ? നാം ബന്ധനത്തിന് കീഴിലാണോ? ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതൽ സംഭവിക്കുന്നില്ലേ? വീണ്ടും ശാപക്കെട്ടുകളിൽ നാം കെട്ടപ്പെട്ട് കിടക്കുകയാണോ? എങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹൃദയപൂർവം നിങ്ങളൊന്ന് മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഒന്ന് ഏൽപ്പിച്ചാൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ യേശുവിനെ രക്ഷ സ്വീകരിച്ചില്ലെങ്കിൽ, നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ ദൈവം തന്റെ പുത്രനായ യേശുവിൽ കൂടെ ആ വലിയ വില കൊടുത്തു. ആ പ്രവൃത്തി തികച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കുവാൻ യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം പ്രാപിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ രക്ഷ പ്രാപിക്കാം. ഈ കരം നിങ്ങൾക്കും അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു കരമായി തീരും. ആർക്കാണ് ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നത്? സ്തോത്രം, വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന, അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക്. ഹല്ലേലൂയ. പിന്നെ നാം വായിക്കുന്നത്, സ്തോത്രം, ആർക്കാണ് ദൈവത്തിന്റെ ഭുജം വെളിപ്പെട്ട് വരുന്നത്? ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ഒരുമിച്ച് കൂടി വരുന്ന ആ വ്യക്തികൾക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നത്. When people of God come together in one accord, ഒരു ഹൃദയത്തോടും ഒരു മനസ്സോടും ഒരു ആത്മാവോടും എവിടൊക്കെ ദൈവജനം കൂടി വരുമോ അവിടൊക്കെ ഈ ദൈവത്തിന്റെ കരം ശക്തിയോട് വെളിപ്പെടുവാൻ ഇടയായി തീരും. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ അത് തന്നെയാണ് നാം വായിക്കുന്നത്. അവർ ഒരുമിച്ച് ഒരുമനപ്പെട്ട് അവർ കൂടി വന്ന് അവർ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആർക്കാണ് ഈ കരം വെളിപ്പെട്ട് വരുന്നത്? 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം നെഗളികളോട് എതിർത്തിരിക്കുന്നു, പക്ഷെ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. God opposes the proud but gives grace to the humble. നെഗളികളെ ദൈവം വെറുക്കുന്നു, പക്ഷേ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിന്റെ വചനം നിർദ്ദേശിക്കുകയാണ്, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്ന്നിരിക്കുക. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവം നിന്നെ ഉയർത്തത്തക്കോണം ദൈവത്തിന്റെ ബലമുള്ള കൈയുടെ കീഴിൽ നീ താഴ്ന്നിരിക്കുക. സ്തോത്രം. ഈ കരം നിന്നെ ഉയർത്തുന്ന കരമാ, നിന്നെ വളർത്തുന്ന ഒരു കരമാ, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ വിഷയങ്ങളുടെ മധ്യത്തിൽ നിനക്ക് വലിയ സ്തോത്രം, വലിയ ഉയർച്ച തരുന്ന കരമാണ്. നിന്നെ ഒരു തലയാക്കി മാറ്റുന്ന, നിന്നെ എക്സോൾട്ട് ചെയ്യുന്ന, നിന്നെ മാനിക്കുന്ന ഒരു കരമാണ്. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്ക് ആ കരം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കുക. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. എവിടെയാണ് ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുന്നത്? 118-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്തോത്രം, നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിന്റെ ഘോഷമുണ്ട്. യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കും, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കും. എവിടെ ആരാധനയുണ്ടോ, എവിടെ ദൈവം തങ്ങളിൽ നിന്ന്, തങ്ങളുടെ വിഷയങ്ങളിൽ നിന്നൊക്കെ കണ്ണു മാറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുമോ, ഉയർത്തുമോ,
136 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ സങ്കീർത്തനക്കാരൻ നിർദ്ദേശിക്കുകയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. ഏകനായ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവജനത്തിനു വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. എവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തും, എവിടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും, അവിടെ എല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരും. 12-ാം വാക്യത്തിൽ, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവന്റെ ദയ എന്നേക്കും ഉള്ളത്. ഇസ്രായേലിന് പറയുവാനുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ കൈയാണ്, ദൈവത്തിന്റെ ബലമുള്ള കൈയാണ്, ദൈവത്തിന്റെ നീട്ടിയ ഭുജമാണ് നമ്മെ വിടുവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, അവിടെയാണ് ഈ അത്ഭുത കരം, ഈ ശക്തിയുള്ള കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ അവർ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ദൈവമേ, നിന്റെ കരം നീട്ടണമേ. അവരുടെ പ്രാർത്ഥന വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ച്, കർത്താവേ, സൗഖ്യമാക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകേണ്ടതിന്, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോട് പ്രസ്താവിക്കുവാൻ, ദൈവമേ, നിന്റെ കരം നീട്ടണമേ. ഹല്ലേലൂയ. ദൈവം അതിന് ഊവ വയ്ക്കുന്നു. അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവത്തിന്റെ വചനം ധൈര്യത്തോട് പ്രസ്താവിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ കരം സാക്ഷാൽ വചനം ജഡമായി തീർന്നു എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ കരം ഭൂമിയിൽ യേശുവിൽ കൂടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. യേശു കർത്താവ് കടന്നുപോയി. സ്തോത്രം, സ്തോത്രം. പാപത്തിന്റെ അടിമത്വത്തിൽ, രോഗബന്ധനത്തിൽ, പൈശാചിക നുഖങ്ങളിൽ കീഴെ ആയിരിക്കുന്ന സകലരെയും വിടുവിച്ച് തന്റെ കരത്തിന്റെ ആ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മുടന്തരെ നടക്കുമാറാക്കി, കുരുടക്കാണികളെ തുറന്ന് അവർക്ക് കാഴ്ച കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് സൗഖ്യമാക്കുന്ന കരമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ കരം ദൈവത്തിന്റെ ജീവനെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും അത് വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലന്മാര് പ്രാർത്ഥിക്കുക, ദൈവമേ, നിന്റെ കരം വെളിപ്പെട്ടു വരണമേ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു വലിയ മറുപടിയും ഒരു വലിയ പ്രകടനമാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോസ്തലന്മാരുടെ കൈകളാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വന്നു. ഹല്ലേലൂയ. 14-ാം വാക്യത്തിൽ, മേൽക്കമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. ഹല്ലേലൂയ. വലിയ കൂട്ട സൗഖ്യങ്ങൾ നടക്കുകയാണ്. പത്രോസിന്റെ നിഴലിൽ അത്ഭുതം സൗഖ്യങ്ങൾ സംഭവിക്കുവാണ്. വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും രോഗികളെ കൊണ്ടുവരികയാണ്. യെരൂശലേമിന്റെ ചുറ്റുമുള്ള പട്ടണത്തിൽ നിന്ന് സ്തോത്രം ജനം ഓടിക്കൂടുകയാണ്. ഹല്ലേലൂയ. രോഗികളും പിശാച് ബാധിച്ചവരും ഭൂതം ബാധിച്ചവരെല്ലാം അവർ വന്ന് അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു അത്ഭുതത്തിൽ ആരംഭിച്ചത്, ഒരു ചെറിയ ദൈവപ്രവൃത്തിയിൽ ആരംഭിച്ചത്, അവിടെ പ്രതിബന്ധങ്ങളുടെയും വിഷയങ്ങളുടെയും മധ്യത്തിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, സ്വർഗം തുറന്ന് ദൈവം ഉത്തരം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് 11-ാം വാക്യത്തിൽ, പൗലോസിനോട് കൂടെ ദൈവം ഇരുന്നു, ദൈവത്തിന്റെ കരം ഇരുന്ന്, സ്തോത്രം, പൗലോസിനാൽ ദൈവം, സ്തോത്രം, എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം വാക്യത്തിൽ, ദൈവം പൗലോസിന്റെ
കരത്തോടെ കൂടെ ഇരുന്ന് അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കാൽ സ്തോത്രം, അവന്റെ മേൽമേൽ നിന്ന് റൂമാലും ഉത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടിട്ട് അവരെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. And God was doing extraordinary miracles by the hands of Paul, so that even handkerchiefs or aprons that had touched his skin were carried away to the sick, and the diseases left them, and the evil spirits came out of them. Hallelujah. സ്തോത്രം. ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരികയാണ്. ആദിമസഭയിൽ ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, ബലമുള്ള കരം, ആ നീട്ടിയ ഭുജം വെളിപ്പെട്ടു വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടിയും ഈ ദൈവത്തിന്റെ ബലമുള്ള കരവും നീട്ടിയ ഭുജവും വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ വലിയ ഒരു ആത്മഭാരത്തോടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രവചന ദൂതാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ വിഷയങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെ മേൽ അവർ ദൈവത്തിന്റെ ബലമുള്ള കരം വെളിപ്പെട്ടു വരുവാൻ, ഓ ഗാഡ് സ്ട്രെച്ച് ഫോർത്ത് യുവർ ഹാൻഡ് എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. പിന്നെ പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ തൻ്റെ കയ്യിൽ ഏറ്റെടുത്ത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ചേർന്ന്, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോസ്തലന്മാർ ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ നാമും പ്രാർത്ഥിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവമേ നിന്റെ കരം വെളിപ്പെട്ടു വരണമേ, സൗഖ്യമാക്കുവാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, അടയാളങ്ങൾ പ്രവർത്തിക്കാൻ, ദൈവവചനത്തെ, സുവിശേഷത്തെ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ, ഞങ്ങൾ നേരിടുന്ന സകല വിഷയങ്ങളുടെയും, ഹല്ലേലൂയ, വേദനിപ്പിക്കുന്ന, നിരാശാജനകമാക്കുന്ന, ഉളവാക്കുന്ന സകല വിഷയങ്ങളുടെയും മധ്യത്തിൽ വീണ്ടും സുവിശേഷം ധൈര്യത്തോടെ, എല്ലാ എതിർപ്പുകളുടെ മധ്യത്തിലും, ഹല്ലേലൂയ, എല്ലാ നിയമങ്ങളുടെയും സ്തോത്രം മധ്യത്തിലും, അതിന്റെ മധ്യത്തിലും, സ്തോത്രം, ദൈവമേ നിന്റെ സുവിശേഷത്തെ, നിന്റെ വചനത്തെ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ അത്ഭുത കരം, ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരം, the miracle working hand of God, the healing hand of God, the delivering hand of God, the mighty hand and the outstretched arm of God. Hallelujah. അത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ നിന്ന് 5-ാം അധ്യായത്തിന്റെ അനുഭവമായതുപോലെ ഒരു അത്ഭുതത്തിൽ നിന്ന് അത്ഭുതങ്ങളുടെ ഒരു ഉത്സവം വെളിപ്പെട്ടതുപോലെ, from one miracle to a festival of miracles. Hallelujah. അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ കരങ്ങളോട് ദൈവത്തിന്റെ കരം കൂടി പ്രവർത്തിക്കുന്ന, ഹല്ലേലൂയ, പൗലോസിന്റെ കരങ്ങളിൽ കൂടെ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വന്നതുപോലെ, മോശ വടി നീട്ടിയപ്പോൾ ദൈവത്തിന്റെ മഹാകരം മോശയുടെ കരത്തോട് ചേർന്ന് പ്രവർത്തിച്ചതുപോലെ, അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ, ദൈവസഭയുടെ മേൽ ദൈവത്തിന്റെ കരം ആ വ്യക്തികളുടെ, അവിടെയുള്ള വിശ്വാസികളുടെ കരത്തോട് കൂടെ ചേർന്ന് വന്നതുപോലെ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, സ്തോത്രം, ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഈ ബലമുള്ള കൈ, ഈ അത്ഭുതത്തിന്റെ കൈ, നിങ്ങളെ താങ്ങുന്ന, നിങ്ങളെ കരുതുന്ന, ശക്തീകരിക്കുന്ന, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരം, സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളെ ചെയ്തെടുക്കുന്ന കരം, നിങ്ങളെ വീണ്ടെടുക്കുന്ന കരം, പൈശാചിക നിങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന കരം, ആഗ്രഹിച്ചിട്ടും മുമ്പോട്ട് പോകുവാൻ കഴിയാതെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന, അങ്ങനെയുള്ള തടസ്സങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആ കരം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറന്ന്, അതേ കർത്താവേ, ഹല്ലേലൂയ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതെ, ഹല്ലേലൂയ, ഒരു പുതിയ സീസണിലേക്ക്, ഹല്ലേലൂയ, ദൈവസഭയെ ദൈവം കൊണ്ടുപോകുകയാണ്. ഭാരതദേശത്തിൽ ദൈവത്തിന്റെ കരപ്രവർത്തികൾ, സ്തോത്രം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലവാരങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. സ്തോത്രം. ഭാരതം രക്ഷിക്കപ്പെടും. ഇന്ത്യ shall be saved.
the mighty power of God will be in manifestation, because the hand of God, the arm of God has been manifested in this nation. Hallelujah, hallelujah. സ്തോത്രം കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. അതേ കർത്താവേ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കേട്ടു. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, വീണ്ടും കർത്താവേ അപ്പോസ്തലന്മാർ ചെയ്തത്, ഹല്ലേലൂയ, ആദിമസഭ ചെയ്തത്, അവർ കൂടി വന്ന് ഒരുമിച്ച്, ഹല്ലേലൂയ, അവർ വിശ്വസിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. Oh God, stretch forth your hand. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം നിന്റെ കരത്തിന്റെ പ്രവൃത്തി ജീവിതങ്ങളിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. നിന്നെ മുമ്പോട്ട് വിടത്തില്ല എന്ന് പോരാടുന്ന, അങ്ങനെ പറയുന്ന പൈശാചിക ശബ്ദങ്ങളുടെ മീതെ, അങ്ങനെയുള്ള പൈശാചിക മണ്ഡലങ്ങളുടെ എതിർപ്പുകൾക്ക് മീതെ, സംഹരിക്കുന്ന, നശിപ്പിക്കുന്ന ദുഷ്ടാത്മ പ്രവൃത്തികളുടെ മീതെ ആ ശാപക്കെട്ടുകളെ തകർത്ത് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ബലമുള്ള കൈയും ദൈവത്തിന്റെ നീട്ടിയ ഭുജവും കർത്താവെ വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീരണമേ കർത്താവെ. സ്തോത്രം. നന്ദി പറയുന്നു അപ്പാ, അങ്ങയുടെ കരം ശക്തിയോടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സഭകളിലും ഒക്കെ കർത്താവെ അങ്ങയുടെ ഒരു പുതിയ പ്രവൃത്തി ഈ ജൂൺ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ചയിൽ ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ പ്രവചന ശബ്ദത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ദേശങ്ങളിൽ കർത്താവെ അപ്പോസ്തല പ്രവർത്തികൾ സ്തോത്രം ഈ 4-ാം അധ്യായത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ എഫക്റ്റ് 5-ാം അധ്യായം തൊട്ട് കാണുന്നത് പോലെ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്ത് അങ്ങയുടെ ബലമുള്ള കൈയുടെയും അങ്ങയുടെ അത്ഭുതത്തിന്റെ ഭുജത്തിന്റെ കരപ്രവർത്തികൾ വെളിപ്പെട്ടു വരട്ടെ. ഞങ്ങൾ നന്ദി പറയുന്നു അപ്പാ, ഞങ്ങൾ നന്ദി പറയുന്നു അപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്ന സകലരും സ്തോത്രം ശക്തി പ്രാപിക്കട്ടെ, ബലപ്പെടട്ടെ. ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ കരപ്രവർത്തികൾ വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ നന്ദി പറയുന്നു അപ്പാ, അങ്ങയുടെ കരത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. ട്യൂമറുകൾ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഡിസോൾവ് ആകുന്നതിനായി സ്തോത്രം. സ്തോത്രം. അർത്തറൈറ്റിസിന്റെ ആ ബുദ്ധിമുട്ടുകൾ, സന്ധിവേദനകളും അർത്തറൈറ്റിസിന്റെ രോഗം യേശുവിന്റെ നാമത്തിൽ മാറുന്നതിനായി സ്തോത്രം. കൂട്ട വിടുതലുകൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നശിപ്പിക്കുന്ന പൈശാചിക പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, നുകങ്ങൾ തകർന്നു മാറട്ടെ. ഹല്ലേലൂയ. ഇന്നുവരെ നടക്കാത്ത കർത്താവേ പുതിയ കാര്യങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഉളവായി വരട്ടെ. ദൈവത്തിന്റെ കരം ശക്തിയോട് വെളിപ്പെട്ടു വരട്ടെ. ഈ ദിവസങ്ങൾ സ്തോത്രം ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായിത്തീരട്ടെ. ദൈവത്തിന്റെ കരം ഉണരുക, ഉണരുക. പണ്ടുള്ളതുപോലെ ദൈവമേ നിന്റെ കരം വീണ്ടും സ്തോത്രം ഞങ്ങളിലും ഞങ്ങളുടെ ദേശത്തിലും വെളിപ്പെട്ടു വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസവും നാം എല്ലാവരോടും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.